ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മിക്ക് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഒരു കപ്പ് തേങ്ങയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുട്ട കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിത് കറികളൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിക്കൊള്ളൂ. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വേണ്ടത്. ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി മാവ് കോരിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രണ്ട് ഭാഗവും ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. സമയമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും മടിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റവയും തേങ്ങയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ, മുട്ട വേണമെങ്കിൽ ചേർത്താൽ മതി. മുട്ട ഇല്ലെങ്കിൽ, മുട്ട വേണ്ടെന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. മുട്ട ഇല്ലാതെ നമുക്ക് തേങ്ങയും റവയും വെച്ചിട്ട് മാത്രവും ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.